മോനെ എബനേസറേ, എബനേസറേ, എന്റെ ദൈവമേ. എന്താ ഏതന്നെ? എബിനേസർ എന്റെ പേരാ. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ളൊരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരഫാത്തിന് പോയി. അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്നവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഇരമ്പുന്ന കടൽ തിരമാലകൾക്കോ വീശുന്ന കൊടുങ്കാറ്റുകൾക്കോ ഒരിക്കലും വേർപിരിക്കാൻ സാധിക്കുന്നതല്ലായിരുന്നു ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം. എൻ്റെ ജീവന്റെ ജീവനായ ഇച്ഛായൻ വേർപെട്ടു പോയിട്ട് ഇന്നേക്ക് 1 വർഷം. 2 കുടുംബക്കാരെയും എതിർത്ത് ഞങ്ങൾ ഒരുമിക്കുമ്പോഴും ഒരു മകനെ ദൈവം തരുമ്പോഴും അറിഞ്ഞിരുന്നില്ല ഇത്ര പെട്ടെന്ന് ആ സന്തോഷമൊക്കെ മാഞ്ഞു പോകുമെന്ന്. ഒടുവിലെല്ലാം നഷ്ടപ്പെട്ടു. ജീവിത വഴിയിൽ ഒറ്റയ്ക്കായി. മരണത്തേക്കാൾ സുഖമുള്ള മറ്റൊന്നും ജീവിതത്തിൽ ബാക്കിയില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങൾ. ഇനി മരിക്കാം. അമ്മേ, എനിക്ക് വിശക്കുന്നു, ചോറുതാ. തരാം മോനെ. നമ്മുടെ വിശപ്പ് മാറാൻ പോവാ മോനെ, എന്നേക്കുമായിട്ട്. ഇനി ഒരിക്കലും നമുക്ക് വിശക്കില്ല.
നിക്ക്, പ്രാർത്ഥിച്ചിട്ട് കഴിക്കാം. കർത്താവെ, നിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ തന്നിരിക്കുന്ന ആഹാരത്തെയും നിന്റെ കരുണയും ഓർത്ത് സ്തുതിക്കുവാനും വാഴ്ത്തുവാനും വന്ദിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ആരാ? ഞാൻ കുറച്ച് ദൂരേന്ന് വരുക. കുറച്ച് വെള്ളം വേണമായിരുന്നു കുടിക്കാൻ. ഇതാ. നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും കാണോ? ഇവിടെ ഒന്നുമില്ല. നല്ല ക്ഷീണം കൊണ്ടാ. ഞാൻ ചിലപ്പോൾ വീണുപോകും. ഉള്ളത് മതി. ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാനും എൻ്റെ മോനും വിഷം കഴിച്ച് മരിക്കാൻ പോവുക. ദേവി, ഏതൊന്ന് പോയി തരുവോ? നിങ്ങൾക്ക് എന്താ? ആത്മഹത്യ ഒന്നിന്റെ ഒരു പരിഹാരമല്ല. ചില വേദനകളും ഒറ്റപ്പെടുത്തലുകളും മാത്രമേ അത് സമ്മാനിക്കൂ. ഇയാളൊന്ന് പോയേ. ഉപദേശം നന്നാക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. എന്ത്? അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോൾ നിങ്ങൾക്ക് ഈ രൂപവും ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ ഇത്രയൊക്കെ ആക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിന്നെ അവൻ ഉയർത്തും. അവൻ മലകളെ വെള്ളിത്രാസുകളിൽ തൂക്കും. അവൻ വിസ്മയങ്ങളുടെ ദൈവമാണ്. താൻ ആരാ? ഞാൻ ആരോ ആയിക്കോട്ടെ. നീ എന്തിനാ കഴിച്ചേ? മോനെ എബനേസറേ, എബനേസറേ! എന്റെ ദൈവമേ! ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാതെ വണ്ണം എൻ്റെ ദൈവമേ, നീ എന്നെ വളർത്തി. ഞാൻ ഇടറിപ്പോകുമ്പോഴും ഞാൻ ബലഹീനനാകുമ്പോഴും നീ എന്നെ താങ്ങി നടത്തി. ദൈവമേ, എങ്ങനെയാണ് ഞാൻ നിനക്ക് നന്ദി പറയുക? എൻ്റെ ജീവിതം മുഴുവനും നിൻ്റെ കരുണയാണെന്നും നിൻ്റെ കരുണയുടെ സാക്ഷിയാകാനാണ് നീ ഞങ്ങളെ അവശേഷിപ്പിക്കുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നീ ഇത്രയേറെ ഞങ്ങളെ സ്നേഹിക്കുവാൻ എന്ത് യോഗ്യതയാണ് ഞങ്ങൾക്കുള്ളത്? എബനേസർ ഇന്നും അമ്മയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു. ദൈവസ്നേഹത്തെ തിരിച്ചറിയാതെ നാം ജീവിക്കാറുണ്ട്. എന്നാൽ ദൈവം സ്നേഹത്തോടെ, കരുണയോടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ആ സ്നേഹത്തെ നാം തിരിച്ചറിയണം. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ നേരിടാവുന്ന എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ എൻ്റെ പ്രതിസന്ധികളെ മറികടക്കും. ബൈ മൈ ഗോഡ്, ഐ ക്യാൻ ഫേസ് ഓൾ. എനിക്കായി കരുതാമെന്നുരച്ചവനേ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ. എനിക്കായി കരുതുവാനിരത്തിലില്ലേ ഒന്നും ചുമത്തുന്ന ഭാരമല്ല നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനിരത്തിലില്ലേ ഒന്നും ചുമത്തുന്ന ഭാരമല്ല നിന്റെ ചുമലിൽ. ക്ഷാമമേറ്റു സറഫാത്തിൽ സഹിച്ചിടിലും മരിക്കുവാനൊരുക്കമായിരുന്നിടിലും
കലത്തിലെ മാവുലേശം കുറയുകില്ല, എന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുമേ. കലത്തിലെ മാവുലേശം കുറയുകില്ല, എന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകിടുമേ.